Approaches to writing. കഴിഞ്ഞ ക്ലാസ്സിൽ ജാൻറൈസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എസ്സേ, ലിറ്ററേച്ചർ റിവ്യൂ, റിസർച്ച് പേപ്പർ, കേസ് സ്റ്റഡി, ഡിസർട്ടേഷൻ, പ്രൊപ്പോസൽസ് തുടങ്ങി വിവിധ വിഭാഗത്തിൽപ്പെടുന്ന റൈറ്റിംഗ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഡിഫറെൻറ്റ് ജാൻറൈസ് ഓഫ് റൈറ്റിംഗ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത്. ഇത് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു അക്കാഡമിക് റൈറ്റിംഗ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്? ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു അക്കാഡമിക് റൈറ്റിംഗ്. അതായത് നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് എഴുതാൻ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുകയാണ്, അങ്ങനെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് എഴുതാൻ ഏത് രീതിയാണ് അവലംബിക്കേണ്ടത്, ഏത് രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതാണ് അപ്രോച്ചസ് ടു റൈറ്റിംഗ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളോട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പങ്കുവയ്ക്കാൻ പറയുകയാണെങ്കിൽ ആ ജീവിതാനുഭവം പങ്കുവയ്ക്കുന്ന രീതിയും, ഇനി ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ആ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയും, ഇനിയിപ്പോൾ നിങ്ങൾ വായിച്ച ഒരു ബുക്കിനെ കുറിച്ച് വിമർശനാത്മകമായി പറയാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ വിമർശനം അവതരിപ്പിക്കുന്ന രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവ മൂന്നും നമ്മൾ പറയുന്നത് ഒരേ സ്റ്റൈലിലല്ല, ഇവ മൂന്നും അവതരിപ്പിക്കുന്ന രീതിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഇവയുടെ എല്ലാം സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷൻ വ്യത്യസ്തമാണ്. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, ഒരു കഥ പറയുന്ന രീതിയിലായിരിക്കില്ല വൈദ്യുതി എങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് അവതരിപ്പിക്കുന്നത്, അല്ലേ? സോ ഇതുപോലെ തന്നെ റൈറ്റിങ്ങിലും എഴുത്തിലും ടോപ്പിക്കിനനുസരിച്ച്, ഡിസിപ്ലിൻ അനുസരിച്ച്, അല്ലെങ്കിൽ എഴുത്തിൻ്റെ പേർപ്പസിനനുസരിച്ച് എഴുതാൻ അവലംബിക്കേണ്ട രീതിക്കും വ്യത്യാസം വരുന്നുണ്ട്. അത്തരത്തിലുള്ള വ്യത്യസ്ത രീതികളെയാണ് നമ്മൾ അപ്രോച്ചസ് ടു റൈറ്റിംഗ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും 6 വ്യത്യസ്ത രീതിയിലുള്ള അപ്രോച്ചസ് ടു റൈറ്റിംഗ് ആണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത്. എക്സ്പോസിറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, പെർസസീവ്, അനലിറ്റിക്കൽ, ക്രിട്ടിക്കൽ ഓർ ഇവാലുവേറ്റീവ് ആൻഡ് നറേറ്റീവ് ഓർ റിഫ്ലക്റ്റീവ്. എന്താണെന്ന് വിശദീകരിക്കാം. ഇതിൽ ഫസ്റ്റ് വൺ ഈസ് എക്സ്പോസിറ്ററി അപ്രോച്ച്. എക്സ്പോസിറ്ററി അപ്രോച്ച് എന്താണെന്ന് ആദ്യം നോക്കാം. Expository approach. To explain, inform, define or describe a subject. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 22 ഒരു കോളം നൽകിയിട്ടുണ്ട്, ടേബിൾ 2.3. അതാണ് നമ്മൾ പറയുന്നത്, ശ്രദ്ധിക്കാം. ടു എക്സ്പ്ലെയിൻ, ഇൻഫോം, ഡിഫൈൻ ഓർ ഡിസ്ക്രൈബ് എ സബ്ജക്റ്റ്. അതായത് എക്സ്പോസിറ്ററി അപ്രോച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ഓർ ഡിസ്ക്രൈബ് സംതിങ്, ഒരു വിഷയത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും ഇൻഫോർമേഷൻസ് നൽകാനും അതിനെ ഡിഫൈൻ ചെയ്ത് പറയാനുമാണ്. അതോടൊപ്പം തന്നെ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയാനൊക്കെയാണ് എക്സ്പോസിറ്ററി അപ്രോച്ച് ഉപയോഗിക്കുന്നത്. ടു എക്സ്പ്ലെയിൻ, ഇൻഫോം, ഡിഫൈൻ ഓർ ഡിസ്ക്രൈബ് എ സബ്ജക്റ്റ്, ഒരു വിഷയത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും ഇൻഫോർമേഷൻസ് നൽകാനും ഡിഫൈൻ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനുമാണ് എക്സ്പോസിറ്ററി അപ്രോച്ച് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, എക്സ്പോസിറ്ററി അപ്രോച്ചിലെ നെക്സ്റ്റ് പോയിന്റ് ലോജിക്കൽ ഓർഡറിംഗ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ലോജിക്കൽ ഓർഡറിംഗ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ലോജിക്കൽ ഓർഡറിംഗ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ദ മാനർ ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ഐഡിയാസ് എന്നാണ് അർത്ഥം. ഓരോ പോയിൻറ്സും വായനക്കാർക്ക്
പെട്ടെന്ന് ഗ്രാബ് ചെയ്തെടുക്കാനും അത് മനസ്സിൽ സൂക്ഷിക്കാനും കഴിയുന്ന രീതിയിൽ പ്രാധാന്യത്തിനനുസരിച്ച് ഇമ്പോർട്ടൻസിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തിയാണ് പോയിൻറ്സുകൾ ഉൾപ്പെടുത്തേണ്ടത് എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഫോക്കസ് ഓൺ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് rather than opinions and arguments. Focus on facts and figures rather than opinions and arguments. ഇപ്പോൾ നമ്മൾ തിയറീസ് അല്ലെങ്കിൽ ഏതെങ്കിലും സെറ്റ് ഓഫ് റൂൾസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്താണ് എഴുതിയിട്ടുള്ളത് അതാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. അല്ലാതെ അതിൽ നമ്മുടെ പുതിയ ഭാവനകളോ വാദങ്ങളോ ആശയങ്ങളോ ഒന്നും കൊണ്ടുവരുന്നില്ല. അതുപോലെ തന്നെ എക്സ്പോസിറ്ററി അപ്രോച്ചിൽ ഫാക്ട്സ് അല്ലെങ്കിൽ ഫിഗേഴ്സിൽ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ പുതിയ അഭിപ്രായങ്ങളും ആർഗ്യുമെൻസും ഒന്നും കൊണ്ടുവരേണ്ടതില്ല. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഫാക്ട്സ് എന്താണോ അത് അതുപോലെ തന്നെ അവതരിപ്പിക്കുകയാണ് എക്സ്പോസിറ്ററി അപ്രോച്ചിലൂടെ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, commonly used in textbooks, business, technical and scientific writings. നമ്മളിപ്പോൾ തൊട്ട് മുമ്പിലുള്ള പോയിന്റിൽ എന്താ പറഞ്ഞത്? ഫാക്ട്സ് എന്താണോ അത് അതുപോലെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇവ ഉപയോഗിക്കുന്നത്, എക്സ്പോസിറ്ററി അപ്രോച്ച് ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് ബുക്സിലും ബിസിനസ്, ടെക്നിക്കൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റിങ്സിലുമാണ്. ഇത്രയാണ് എക്സ്പോസിറ്ററി അപ്രോച്ച് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ ഈസ് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച്. ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച് സിമ്പിളാണ്, ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കുക. യൂസ് ഓഫ് വിഷ്വൽ വേർഡ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ടു എനേബിൾ വിഷ്വലൈസിങ് ഫിഗറേറ്റീവ് ഓർ പോയറ്റിക് യൂസ് ഓഫ് ലാംഗ്വേജ്. 2 പോയിന്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, യൂസ് ഓഫ് വിഷ്വൽ വേർഡ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ടു എനേബിൾ വിഷ്വലൈസിങ്. അതായത് ഡിസ്ക്രിപ്റ്റീവ് എന്ന വേർഡിൽ തന്നെയുണ്ട് ഡിസ്ക്രൈബ് സംതിങ്. ഒരു കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫോർമേഷൻസ് എഴുത്തിലൂടെ അവതരിപ്പിക്കുക. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ബയോളജിയിൽ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ? 5 സെൻസറി ഓർഗൻസിനെയും അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻസ് നമുക്കതിൽ നൽകിയിട്ടുണ്ടായിരിക്കും. കൂടാതെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, മലകളും അരുവികളും പച്ചപ്പും നിറഞ്ഞ അതിസുന്ദരമായ ഒരു ഗ്രാമം, നെൽക്കതിരുകൾ വിളഞ്ഞു നിൽക്കുന്നു, നീലാകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പലതരത്തിലുള്ള പക്ഷികളെ കാണാൻ കഴിയുന്നുണ്ട്, അവയുടെ കോലാഹലം കേൾക്കാൻ കഴിയുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു സീനറി നമ്മുടെ മനസ്സിലോട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഒരു ഈവൻറ്റിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു സീനിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയാണ്. ഇപ്പോൾ നോവലുകളിലും കഥകളിലുമെല്ലാം ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ചാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച് എന്ന റൈറ്റിംഗ് സ്റ്റൈലിൽ എഴുതാൻ ഉപയോഗിക്കുന്ന വേർഡ്സിലൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് കാണാൻ സാധിക്കും. വായനക്കാരനത് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. കൂടാതെ ഫിഗറേറ്റീവ് ഓർ പോയറ്റിക് യൂസ് ഓഫ് ലാംഗ്വേജ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് അതിലൂടെ നൽകുന്നത്. കൂടാതെ ആ ഡിസ്ക്രിപ്ഷൻസിലൂടെ റീഡേഴ്സിന് എന്താണോ ആ റൈറ്റർ പറയുന്നത് അത് വിഷ്വലൈസ് ചെയ്ത് കാണാൻ കഴിയത്തക്ക രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻസ് ഇൻവോൾവ്ഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കൈൻഡ് ഓഫ് അപ്രോച്ച് ഓഫ് റൈറ്റിംഗ്, പോസസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരണാത്മകമായി എഴുതുക എന്നതാണ് അതിൻ്റെ അർത്ഥം. നോക്കാം. aims at
convincing readers to accept the writer's point of view. Aims at convincing readers to accept the writer's point of view. ഒരു റൈറ്റർ തൻ്റേതായ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ തൻ്റേതായ കാഴ്ചപ്പാടിലായിരിക്കും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ 10 വ്യത്യസ്ത എഴുത്തുകാർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ 10 എഴുത്തുകളും 10 വ്യത്യസ്ത കാഴ്ചപ്പാടിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ആ എഴുത്തുകാരുടെ രാഷ്ട്രീയം, അവരുടെ ജീവിതാനുഭവങ്ങൾ, അവരുടെ ഐഡിയോളജീസ് എല്ലാം അവരുടെ റൈറ്റിങ്ങിനെ നിർണ്ണയിക്കുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഓരോ എഴുത്തുകാരും അവരുടേതായ സ്വന്തം കാഴ്ചപ്പാടിലാണ് പോയിന്റ്സ് അവതരിപ്പിക്കുക. അവരുടെ എഴുത്തിൽ അവരുടെ സ്വന്തം കാഴ്ചപ്പാടിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഇത്തരത്തിൽ ഒരു എഴുത്തുകാരൻ തൻ്റെ റൈറ്റിങ്ങിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ് എന്ന് അംഗീകരിക്കാൻ വായനക്കാരെയും പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള റൈറ്റിംഗ് ആണ് പെർസസീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. എയിംസ് അറ്റ് convincing readers to accept the writer's point of view. To accept the writer's point of view. എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാടിനെ റീഡേഴ്സിനെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ പേഴ്സോഡ് ചെയ്യുന്ന രീതിയിലുള്ള, പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള റൈറ്റിങ്ങിനെയാണ് പെർസസീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, presentation of facts, arguments and findings in logical manner. തൊട്ട് മുമ്പ് നമ്മൾ ഈ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ലോജിക്കൽ മാനറിലായിരിക്കും കാര്യങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നമ്മുടെ കണ്ടെത്തലുകളെല്ലാം ലോജിക്കൽ ഓർഡറിങ് ഓഫ് ഐഡിയാസിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ മാനറിലായിരിക്കണം അവതരിപ്പിക്കേണ്ടത്. നെക്സ്റ്റ്, ample use of evidence to substantiate arguments or facts. Ample use of evidence to substantiate arguments or facts. കൂടാതെ ആ എഴുത്തുകാരൻ അയാൾ അവതരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാനായി തെളിവുകളും നൽകിയിട്ടുണ്ടായിരിക്കണം. അതായത് നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ റൈറ്റിങ്ങിൽ നമ്മുടെ ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കണ്ടെത്തലുകൾ ശരിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സപ്പോർട്ടിംഗ് എവിഡൻസ്, മറ്റു വർക്ക്സുകളും മറ്റു ഓതേഴ്സിൻ്റെ ഐഡിയാസ് എല്ലാം ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അത്തരത്തിൽ പെർസസീവ് റൈറ്റിങ്ങിലും എഴുത്തുകാരൻ തൻ്റെ കാഴ്ചപ്പാടിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഫാക്ടർ അത് ശരിയാണ് എന്ന് റീഡേഴ്സിനെ കൺവീൻസ് ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ റീഡേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള തെളിവുകളും ഉപയോഗിക്കാവുന്നതാണ്. സോ പെർസസീവ് റൈറ്റിംഗ് എന്നാൽ പ്രേരണാത്മകമായി എഴുതുന്ന രീതിയെയാണ് നമ്മൾ പെർസസീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ.